ഹലോ എവ്രി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിയായപ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ നല്ല ഇരുട്ടുമാണ്, എന്നാൽ നിലാവിൻ്റെ ഒരു വെളിച്ചവും ഉണ്ട്. അപ്പോൾ നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലേ ഉള്ളൂ കേട്ടോ ഒരു സമാധാനം കിട്ടുക. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അതുതന്നെയാണല്ലോ നമ്മൾ ഏത് ഡയറ്റ് പ്ലാനിലും കാണുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ചോറിനുള്ള വെള്ളം വെക്കുക, ചായക്ക് വെക്കുക, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേഗം തന്നെ കിടക്കുക. ഫോൺ കഴിയുന്നത് ഒരു 8-8:30 വരെ നമ്മൾ തൊടാതിരിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്കിപ്പം ഇങ്ങനെ തൊട്ട് ശീലമായവരുണ്ടാവുമല്ലോ. എനിക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എഴുന്നേറ്റ പാട് ആദ്യം എനിക്ക് ഫോൺ നോക്കേണ്ടിയിരുന്നു. അപ്പോൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ കണ്ടിരിക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ടോ, നമുക്കിപ്പോൾ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ അത് നോക്കുക. അപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അർജൻറ്റായിട്ടുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുമല്ലോ. പെട്ടെന്ന് തന്നെ ഫോണോടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ പണിയിലേക്കൊക്കെ അങ്ങ് കിടക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് തലേ ദിവസം ഞാൻ കുറച്ച് സോയാബീൻ വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ മസാല കൂട്ടി വെക്കാമല്ലോ. അപ്പോൾ രാത്രി തന്നെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചായിരുന്നു. നമുക്ക് രാത്രി എന്ത് കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം. അതൊക്കെ നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ ഈസി ആക്കും. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അത് തിളച്ച് അതിലേക്ക് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ചോറ് ഇറക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ തലേ ദിവസം ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ചിരുന്നു. അത് നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ അരച്ച് വെക്കും. എന്നാൽ പിന്നെ അതിൻ്റെ പകുതി മാറ്റിയിട്ട് പിന്നെ പകുതിയാണ് ഞാൻ ഇന്നത്തേക്കുള്ളത് എടുക്കുക. പകുതി ഞാനൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ അതേ റൈസ് കുക്കറിലേക്ക് ഞാൻ ചോറിറക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1 മണിക്കൂർ ആ ഒരു ടൈമിൽ ആവും. ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ദോശൻ്റെ മാവൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് അപ്പം തന്നെ മാറ്റി വെക്കുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പെട്ടെന്ന് വൈകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വേഗം തന്നെ ജോലികൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കിന്നൊരു മുരിങ്ങക്ക കറീൻ്റെ റെസിപ്പി കാണാം. ഏറ്റവും ഈസി ആയിട്ട് ഒട്ടും എണ്ണ ഇല്ലാത്തൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ രാത്രി തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ രാവിലെ. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, തക്കാളി, മുരിങ്ങക്കായ് വേണം കേട്ടോ ആവശ്യമുള്ളത്. പിന്നെ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ മാങ്ങ ഉണ്ട്. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു അടുപ്പിച്ചെടുക്കാം. കാരണം അധികം വെന്ത് പോയാൽ മുരിങ്ങക്കായൊക്കെ ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിസിലാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ കുക്കറിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. ഈ കറി ഒട്ടും ഓയിലില്ലാത്തൊരു കറിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓയിലൊന്നും ആക്കിയിട്ടില്ല, വറവിടുന്നില്ല എങ്കിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേങ്കിൽ വറവിട്ട കറീനേക്കാളിലും ടേസ്റ്റാണ് ഈ ഒരു കറിയും പപ്പടവും മാത്രം മതിയാവും കേട്ടോ നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ മാങ്ങയും കറിവേപ്പിലയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നല്ല ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ മാങ്ങയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഒരു മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീര പറിക്കാമെന്ന് വിചാരിച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് പൂവൊക്കെ വന്ന് ആകെ മൂത്ത് നാശമായി പോകുമല്ലോ. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേഗം തന്നെ ചീര മുറിച്ച് കൊടുക്കും. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് എന്നാൽ പുളിയുണ്ട് എന്നാൽ പുളിയില്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ്. അപ്പം കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം
നമ്മൾ അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിലുള്ള വെള്ളവും ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ഒറ്റ വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. അതിൽ കൂടുതൽ എന്തായാലും വേണ്ട. അധികം വെന്ത് പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. മുരിങ്ങക്കൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇല്ലാതായി പോവുകയും ചെയ്യും. മുരിങ്ങക്കോലിങ്ങനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിലിങ്ങനെ കിടക്കുമ്പോഴാണല്ലോ കറിക്കൊരു ഭംഗിയും ടേസ്റ്റും നമുക്കത് കഴിക്കാൻ കിട്ടുകയും ചെയ്യാം. പിന്നെ ചീരേൻ്റെ ഇല ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതും അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്, അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീരേൻ്റെ ഇല അരിഞ്ഞും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരേൻ്റെ ഇലയിൽ നിന്ന് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഒതുക്കിയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ ചിരകുകയാണ്. തേങ്ങ ചിരകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് തേങ്ങ ചിരകുക, അയൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്രയും മുരിങ്ങക്കായിലേക്ക് ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം തേങ്ങയിൽ ഇങ്ങനെ ആവുമ്പോഴാണ് ആ കറീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വല്ലാതെ വെള്ളം പോലെ ആയാൽ അത്ര ഒരു ഇത് തോന്നലില്ല. അങ്ങനെ തന്നെ വെക്കുന്നതാണ് കേട്ടോ, ഉമ്മയ്ക്ക് അങ്ങനെ വെക്കുന്നതാണ് ഞാൻ കാണൽ. അപ്പോൾ അത് അരമുറി തേങ്ങ ഇതിലേക്ക് ചെറിയുള്ളി ഇട്ടിട്ട് അരച്ച് ഒഴിക്കുക. ജീരകങ്ങളൊന്നും ആവശ്യമില്ല, വെറും ചെറിയുള്ളിയും തേങ്ങയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് മിക്സീൻ്റെ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ അപ്പോൾ ഉപ്പ് പാകമില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് പാകാക്കിയെടുക്കുക. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല ഒരു മാങ്ങ കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒന്നിങ്ങനെ തിളച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ തിള വരുന്ന സമയത്ത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനേ ഉള്ളൂ കേട്ടോ. കുറച്ച് സോയാബീൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. തേങ്ങ വെള്ളത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട്, അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ചട്ടിനി ഉണ്ടാക്കിയിട്ടില്ലല്ലോ ദോശയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് ചെയ്യുന്നത്. ഈ ഒരു ചട്ടിനി എന്ന് വെച്ചാൽ അതും ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഓരോരുത്തരായിട്ട് സ്കൂളിൽ പോകാനും മദ്രസ പോകാനും ഒക്കെ ഉണ്ട് കേട്ടോ. 10 മദ്രസ ഉണ്ട്, മോന് 10th ഒക്കെ ആയതുകൊണ്ട് വെക്കേഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവന് രാവിലെ 8 മണിയാകുമ്പോഴാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ ഒരു 7:45 ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ചുട്ട് അവന് കൊടുക്കുകയാണ്. അവനും എനിക്കും പത്തുവിനൊക്കെ നെയ്യാക്കിയതാണ് കേട്ടോ ഇഷ്ടം, നെയ്യ് റോസ്റ്റ് പോലെ. പക്ഷേ നീനുവിന് നെയ്യൊന്നും ആക്കാതെ കുറച്ചിങ്ങനെ കട്ടിയിലുള്ള ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഒരു മാവന്നാണല്ലോ, അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് പറയുകയാണെങ്കിൽ ഇഡ്ഡലി ആക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കടിക്ക് അവർ പറയുമല്ലോ, അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. എന്താണോ ഉണ്ടാക്കിയത് അതിനെ കൊണ്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. നീനൂന് ഇങ്ങനത്തെ ദോശയാണ് കേട്ടോ ഇഷ്ടം, നെയ്യൊന്നും ഇടാതെ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ നല്ല പഞ്ഞി പോലത്തെ ദോശ ആയിരിക്കും കേട്ടോ. അതും ചട്ടിനിയും കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ റെനിയും ഫത്തും മദ്രസയിലെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും നീനുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെയ് റോസ്റ്റും ചട്നിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഐറമോളാണ് കേട്ടോ അത്. അവളുടെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കൊണ്ട് രാവിലെ തന്നെ വന്നതാണ്. അപ്പോൾ അവർ ടീച്ചറും മാഷൊക്കെ ആണ്. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് കേക്കൊക്കെ കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കുക. തലേദിവസവും ഒക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഇലകളും പാറി നമ്മളെ സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. പിന്നെ വെച്ചാൽ പുറത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വടികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെടികളിലോ അല്ലെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലും ചെത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇത്തിരിയെങ്കിലും ചെയ്ത് വെച്ചിട്ടേ ഞാൻ അകത്തേക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാനും സോയാബീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രമാണുള്ളത്. പിന്നെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നീനു നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് ലീവുള്ള സമയത്ത് കുറച്ചൊക്കെ അവരും ചെയ്യട്ടെ, നമ്മൾ തന്നെയല്ലേ അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ചെയ്യുന്നത്. അപ്പം ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് അവൾ അടിച്ചേരി തരാം, തുടച്ചു തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ദുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങിയതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ.
അപ്പോൾ അതാ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് അകത്ത് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക, നഗറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ ചൂടായതുകൊണ്ട് മഴ പെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മഴ പെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.